Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Okay, how are you all? Fine, ma'am. Fine. Okay. Yeah, good. Okay. Then നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ preposition in or at ഇത് മൂന്ന് കംപ്ലീറ്റ് ചെയ്തു. പറയൂ, preposition ആണ് എടുത്തോണ്ടിരുന്നത്. അതിൽ in or at മൂന്ന് കംപ്ലീറ്റ് ആണോ? ഓക്കെ. അടുത്തൊരു preposition ഏതാട്ടോ? Next one, since. Preposition since. Since എന്താണ് അല്ലെ? Since എന്ന് പറയുന്നത് നമുക്ക് മുതൽ എന്ന് പറയാം. മലയാളത്തിൽ മുതൽ ഉണ്ടല്ലോ. അപ്പോ നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ, മൺഡേ മുതൽ, ജൂൺ മുതൽ, അല്ലെങ്കിൽ 2020 മുതൽ, 7 മണി മുതൽ, എവിടെയും നമ്മൾ ഈ മുതൽ ആഡ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുതൽ എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. സോ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം, മുതൽ എന്നാണ് മീനിങ് എഴുതാം. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു പോയിന്റ് ഓഫ് ടൈം ആണെന്ന് പറയാം. സ്റ്റാർട്ടിംഗ് ആണ് അല്ലെ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം പറയാം. ഓക്കെ, അപ്പോ നമുക്ക് ഈ സിൻസ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഡേ ആണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും മന്ത്, ഇയർ, ടൈം എല്ലാത്തിന്റെയും കൂടി നമുക്ക് എന്താണ് ഈ പറയുന്ന സിൻസ് യൂസ് ചെയ്യാം. മൺഡേ മുതൽ, 22nd മുതൽ, ജൂൺ മുതൽ, 2020 മുതൽ, 7 മണി മുതൽ. എല്ലാത്തിന്റെയും കൂടി നമുക്ക് എന്താണ് ഈ പറയുന്ന സിൻസ് പ്രപ്പോസിഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? പക്ഷെ ഒരു കാര്യമുണ്ട്, സിൻസ് നമ്മൾ പ്രപ്പോസിഷൻ കറക്റ്റ്ലി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻസ് പഠിച്ചേ പറ്റും. ടെൻസിന്റെ സഹായമില്ലാതെ നമുക്ക് സിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ എടുത്തോളൂ. I have been studying since 9 AM. I have been studying since 9 AM. ഞാൻ 9 മണി മുതൽ പഠിക്കുകയാണ് അല്ലെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying since 9 AM. ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം അല്ലെ. കണ്ടിന്യൂവേഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. അതായത് 9 മണി മുതൽ ഇപ്പൊ വരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ I have been studying since 9 AM എന്ന് പറയണം. ഓക്കെ, then she has been a teacher. Oh, അത് been ആണ് കേട്ടോ, മിസ്റ്റേക്ക് ആണ് കേട്ടോ. The been. She has been a teacher since 2015. She has been a teacher since 2015. 2015 മുതൽ അവൾ എന്താണ്? ടീച്ചർ ആണ്. ടീച്ചർ ഓക്കെ ആണ്, അല്ലെങ്കിൽ ടീച്ചർ ആണ് എന്ന് പറയാം. She has been a teacher since 2015. Okay. Ajit has lived in London since January. Ajit has lived in London since January. January മുതൽ അജിത്ത് ലണ്ടനിലാണ്. ഓക്കെ, ലണ്ടനിലാണ് താമസിക്കുന്നത്. Ajit has lived in London since January. പിന്നെ നമുക്ക് ഏജിന്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോ ഡേ, ഡേറ്റ്, മന്ത്, ഇയർ, ടൈം, ഏജ്. ഏജിന്റെ കൂടെ നമുക്ക് സിൻസ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും.
Age എന്ന് പറയുമ്പോൾ I have been wearing glass since I was 7 എന്ന് വേണമെങ്കിൽ പറയാം. Glass or spectacle can use any word. Since I was 7 or 4, anything. Okay. I have been wearing glass since I was 5. Okay. 5 വയസ്സിലാണ് ഞാൻ സ്പെക്സ് വെക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഏജിന്റെ കൂടെയോ ഇയർ, ഡേറ്റ്, മന്ത്, anything. I think words we can use the preposition since. Okay, clear? Clear ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾസ് എല്ലാവരും പറഞ്ഞേ. ഈ പറയുന്ന ഈ ഒരു ടെൻസിലൂടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലൂടെ മാത്രമേ പറയാൻ പറ്റൂ. ഈ പറയുന്നത് ഈ ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് മോസ്റ്റ്ലി നമ്മൾ ഇത് സീരിയസ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ ഫോളോ ചെയ്യാം. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും കേട്ടോ, എല്ലാവരും എക്സാമ്പിൾസ് സെൻഡ് ചെയ്യണം. Yeah, I have been using this bag since 1999. Okay, correct. Correct ആണോ? Then next example. I have been working. I am working in kitchen. On kitchen അല്ലടാ, in kitchen. എന്താണ് ഓണം എനിക്ക് അറിയില്ല. അതൊക്കെ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. Don't forget. Okay. Have been in kitchen. I have been working in kitchen since morning. Correct. I have been waiting my friends since 10 a.m. I have been waiting for my friend since 10 a.m. But 4 യൂസ് ചെയ്തത് നന്നായിരിക്കും കേട്ടോ. ഞാനത് പറയാം. പ്രപ്പോസിഷൻ നമ്മൾ 4 ആയിട്ട് തന്നെ അപ്പോൾ ക്ലിയർ ചെയ്ത് കേട്ടോ. I have been waiting since breakfast. അതെന്താ മീൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നാണോ? അങ്ങനെയാണോ ആതിര? ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. കാരണം നമുക്ക് അവിടെ മുതൽ എന്ന് പറയുന്ന ഒരു വേർഡ് വരുമ്പോൾ മിസ്റ്റേക്ക് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലാതെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയൂ. Maria has lived on home since Maria has lived മതി. On ഹോമിന്റെ ആവശ്യം എന്താ? വീട്ടില് താമസിക്കുന്നല്ലേ? വീടിന്റെ പകരം പ്ലേസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. He has been a doctor since 2010. Okay, correct. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുന്നു.
She has been working hard since young age. Yeah, correct. Okay. I have been living in this city since 2022. Yeah, correct. It's been ages since we last met. Yeah, it's been an age. We last met. It's been an age since we last met. Yeah, പറയാം. Let's take on it. Okay. Yeah. Oh, ഈ സെയിൽസ് പ്രപ്പോസിഷൻ ഓക്കെ ആണോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് പ്രപ്പോസിഷൻ പറയട്ടെ. ഓക്കെ. നെക്സ്റ്റ് 4 ആണ് കേട്ടോ. 4. 4 means it's a duration of time അല്ലെങ്കിൽ duration of time എന്ന് പറയാം. ഒരു particular time ആണ്. ഇപ്പോ എക്സാമ്പിൾ പറയാം 3 മണിക്കൂറായിട്ട് ഞാൻ പഠിക്കാണ്. We have been friends since college time. Yeah, correct. അപ്പോ 4 എന്ന് പറയുന്നത് ഒരു 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 ഡ്യൂറേഷൻ ആണ്. 3 വർഷമായിട്ട്, 3 മാസമായിട്ട്, 3 ദിവസമായിട്ട്, ആയിട്ട് നമ്മൾ പറയില്ലേ, അതായത് ഡ്യൂറേഷൻ ആണല്ലോ പറയുന്നത്. ഞാനിപ്പോ 3 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന എത്ര നാളായി? ചുമ്മാ അല്ലെ 2 മാസമായിട്ട് പഠിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമുക്കവിടെ ഒരു ഡ്യൂറേഷൻ കാണിക്കണം. 3 മാസം ഒരു കണക്ക് കാണിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് 4 എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആണ്. അതുപോലെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഞാൻ ഗിഫ്റ്റ് വാങ്ങിയ നിനക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ 4 യൂസ് ചെയ്യണം. അപ്പൊ വേണ്ടി എന്നും ആയിട്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താണ് 4 പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 4 means it's a duration of time എന്ന് വേണ്ടി പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 months. 3 months, 3 days, 4 years, അതായത് 4 വർഷം എന്നൊക്കെ മെൻഷൻ ചെയ്യണം അവിടെ. 3 മാസം 4 വർഷം എന്നൊക്കെ മെൻഷൻ ചെയ്താലാണ് അത് 4 യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ സിൻസ് എന്താണ് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ഇയർ അവിടെ മെൻഷൻ ചെയ്യും. അതാണ് സിൻസ്. ഓക്കെ. ഇനി what for you, for you means നിനക്ക് വേണ്ടി അല്ലെ. അപ്പൊ for you എന്ന് പറയുന്ന ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിനക്ക് വേണ്ടി, മറ്റത് ഡ്യൂറേഷൻ ആണെങ്കിൽ 3 മാസമായിട്ട്, 3 വർഷമായിട്ട് എന്നൊക്കെ പറയുന്നത് നിനക്ക് വേണ്ടി എന്ന് പറയും. ഈ 2 രീതിയിൽ നമുക്ക് for യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എക്സാമ്പിൾ ഇതാണ്. I have been studying English for 2 months. 2 മാസമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. He has been lived in London for 3 years. He has lived in London 3 years. 3 വർഷമായിട്ട്
This gift I bought for you. This is the gift I bought for you. നിനക്ക് വേണ്ടി എന്നോ 3 വർഷമായിട്ട് 2 മാസമായിട്ട് എന്നും നമുക്ക് ഈ വീട്ടിലൊക്കെ നമുക്ക് എന്താണ് പറയുന്ന preposition for യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? അതായത് സീൻസ് ഫോർ ഏകദേശം കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ ആ രീതി തന്നെ മാക്സിമം പഠിക്കാൻ നോക്കാം. Okay, clear? Yeah. So let's make some examples using with preposition for. Okay. Examples create ചെയ്യാം കേട്ടോ. ഇനി സീൻസ് ഫോറും വെച്ചൊന്ന് കണക്ട് ചെയ്തിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കി. ഇപ്പോ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ആരാണ് പറഞ്ഞത്? പ്രവീണ പറഞ്ഞു ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് മൈ ഫ്രണ്ട് സിൻസ് 10 AM. അവിടെ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ്. ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 10 മണി മുതൽ ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന സിൻസ് ഫോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് സിൻസ് 10 AM. അപ്പൊ രണ്ട് പ്രപ്പോസിഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ അങ്ങനെ പറയാലോ അല്ലെ? ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്നും പറയാം. അപ്പൊ ഇങ്ങനെയും പറയാം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് സിൻസ്, സമയം കൊടുക്കാം അല്ലെങ്കിൽ മോർണിംഗ് എന്തുകൊണ്ടും പറയാം. അപ്പൊ അല്ലെങ്കിൽ 10 മണി മുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് രീതി നമുക്ക് യൂസ് ചെയ്യാലോ. I have been waiting for my friend since 10 AM. Okay, she prepared a cake for her son's birthday since 2020. Sure. 2020 മുതലേ അവന്റെ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അവർക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ she has been preparing cakes. She has been preparing cakes for her son's birthday since 2020. എന്ന് പറയണം. കണ്ടിന്യൂഷൻ വരണം. കണ്ടിന്യൂഷൻ വരണമെങ്കിൽ നമുക്കവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. സോ ടെൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആ ടൈമിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ പ്രപ്പോസിഷൻ വെച്ചിട്ട് എക്സാമ്പിൾസ് റീഡ് ചെയ്യും. I have been reading the book for 2 days. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു എക്സാമ്പിൾ. Worked for the hospital. No, worked in that hospital. ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ കേട്ടോ. Not for. ഹോസ്പിറ്റലിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ വേണ്ടതാവാം. I worked for that hospital. Okay. വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. She take a photo for her friend. She take a photo. എന്തിനു വേണ്ടി? അവളുടെ ഫ്രണ്ടിന് വേണ്ടി അവളുടെ ഫോട്ടോ എടുക്കുക. She worked hard for her dream. She worked hard for her dream. Her dream വേണ്ടി work ചെയ്യാണ്, hard work ചെയ്യാണ്. Okay. I got it for only 10 rupees. I got it for only 10 രൂപക്ക് വേണ്ടി കിട്ടി. I bought this gift for my son or my mom. Okay. He continued this medicine for 2 years. Okay. We have been married for 2 years. Yeah. Okay. Tense wise നോക്കുകയാണെങ്കിൽ ഒരു 6 ഉണ്ട് ട്ടോ. പക്ഷേ പ്രപ്പോസിഷനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ okay, it's clear. I have been studying since 10:30 AM. Yeah, correct.
And he has delivered 140 marks. Yeah, correct. It's been rain since this morning. Yeah, this watch I bought for you since 7 days. 7 ദിവസം മുതലോ അങ്ങനെ പറയില്ലല്ലോ. No. That's mistake. This watch I bought for you since 7 days. 7 ദിവസം മുതൽ ഞാൻ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങി കുറച്ച് വാങ്ങി എന്ന് പറയുന്ന മിസ്റ്റേക്ക് അല്ലേ? She has been studying for doctor since 2020. She has been studying for ഡോക്ടറിന് വേണ്ടി ഡോക്ടർ ആകാൻ വേണ്ടി എന്നല്ലേ പറയാം. അത് കുറച്ച് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഡോക്ടർ ആകാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഡോക്ടർ and studied for that since 2023 എന്നൊക്കെ വേണ്ടി പറയും. ഓക്കെ, കഴിഞ്ഞോ? ഇപ്പോ സിൻസ് വെച്ചിട്ടാണ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞത്. ഫോർ വെച്ചിട്ട് എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോ പ്രപ്പോസിഷൻ ഓക്കെയാണ്. നമുക്ക് ഇനി നമ്മൾ കോമൺലി കുറച്ച് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാം. വേർഡ്സ് മീൻസ് സെന്റൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? പ്രപ്പോസിഷനുമായിട്ട് ബേസ് ചെയ്ത കാര്യം ഇല്ലാണ്ടോ ഞാനിപ്പോ പറയുന്നത്. നോർമലി പറയുന്നതാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലെ? നമ്മളിപ്പോ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് കോമൺ ഇംഗ്ലീഷ് ആണ് അല്ലെ? ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം വെരി ടയേർഡ്. ഞാൻ ഒരുപാട് ടയേർഡ് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ വെരി യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഐ എം വെരി ടയേർഡ്. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ വെരി എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ടാണ് എല്ലാ സെന്റൻസും പറയുന്നത് അല്ലെ? അത്രയും ടയേർഡ് ആണെങ്കിലും ഞാൻ അത്രയും ഹാപ്പി ആണെങ്കിലും നമ്മൾ ഐ എം വെരി ഹാപ്പി. ആൻഡ് ഓൾസോ വി യൂസ് ദ വെരി വേർഡ് ലൈക്ക് ഐ എം വെരി ടയേർഡ്. കറക്റ്റ് അല്ലെ? അപ്പോ നമ്മൾ എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം? ഐ എം എക്സോസ്റ്റഡ്. ഐ എം വെരി ടയേർഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? I'm very tired. I'm exhausted. Exhausted. ഇങ്ങനെയും പറയാം. Okay? I'm very tired. Advanced tired. I'm exhausted. Okay? ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? പഠിക്കണമെന്നുണ്ടോ? ക്ലാസ്സിൽ പറയണോ ഞാൻ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പറയണ്ട എന്നാണ്. പറയണം. ഓക്കെ, ഇനി നമുക്ക് ഐ എം വെരി ഹാപ്പി അല്ലെ? ഐ എം വെരി ഹാപ്പി എങ്ങനെയാ പറയാ? ഐ എം delighted. I'm delighted. I'm delighted. I'm very happy ആണ് ട്ടോ. I'm very happy ന് പകരം നമുക്ക് I am delighted എന്ന് പറയാം.
Then I'm very sad. You can say like that. I'm miserable. I'm miserable. I'm miserable. Then very good job. You did a very good job. Never it's the emotion like excellent work. You did an excellent work. In the middle, പറയാം. മനസ്സിലായോ? എപ്പോഴും നല്ലത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. That's very big. It's an enormous. It's enormous. Okay. It's very big means it's enormous. Means a lot in Kannadian parayam. So with the version also advanced level. And it's very small. It's very small. It's tiny. It's tiny word. Then I'm very hot. I am very cold. I'm very cold. I'm freezing. I'm freezing. Then I'm very hot. Place like that. It's boiling. It's boiling. And she's very smart. She's very smart. She's brilliant. In the one else and became very she's very smart and the she's brilliant. Okay. And I'm very hungry. Mostly I'm very hungry. I'm very hungry. Yeah, I'm starving. Yeah. I'm starving. Okay. അപ്പോൾ കുറച്ച് സെന്റൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പറയാം. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത പ്രിപ്പോസിഷൻ നോക്കാം നമുക്ക്. ഞാൻ ക്ലാസ്സിൽ കുറച്ച് വേർബിന്റെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. വേർബ് V1 V2 V3 ഫോംസ് വേർബിന്റെ നോട്ട്സ് തന്നു. കംപ്ലീറ്റഡ് ആണല്ലോ. ഓക്കെ. Next, അടുത്ത preposition ഏതാ? During. During means a period of time. Period of time എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു കാലയളവാണെന്ന് പറയും. മലയാളത്തിലുള്ള കാലയളവ്. For example, during the exam, a particular set of period in the time. The exam exam time schedule time so 10:30 to 1 particular period during the exam we can't speak. During the exam we can't speak. Exam നടക്കുന്ന സമയത്ത് ഒരു particular സമയത്ത് നമുക്ക് സംസാരിക്കാൻ പാടില്ല. അപ്പോ during അവിടെ യൂസ് ചെയ്യും. During the exam ഒരു the ആണ് കേട്ടോ. During the exam we can't speak.
She kept talking to me during the film. ഫിലിമിനാണെങ്കിൽ ഒരു സമയമുണ്ടല്ലോ 2 മണിക്കൂറാണല്ലോ അല്ലെ ഒരു പീരീഡ് ടൈം പീരീഡ്. അപ്പൊ ആ ടൈമിൽ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. She kept talking to me during the film. I take notes during the class. Class നടന്നിരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട്സ് എഴുതി അല്ലെ. I take notes during the class. He fell asleep during the movie. He fell asleep during the movie. We visited London during our vacation. Vacation time we 2016. I felt cravings during my pregnancy. Pregnancy time എനിക്ക് കുറച്ച് ക്രേവിങ്സ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാലയളവാണ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് പീരീഡ്സിന് തോന്നുന്ന കാര്യങ്ങളും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഡ്യൂറിംഗ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തോളൂ. എക്സാമ്പിൾസ് പറയൂ കേട്ടോ എല്ലാവരും. Yeah, the coffee shop is open during the day. It's correct. And next example. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 3 പ്രപ്പോസിഷൻ പഠിച്ചു അല്ലെ. സിൻസ്, ഫോർ, ഡ്യൂറിംഗ്. ഈ 3 പ്രപ്പോസിഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ 3 അല്ല, നമ്മൾ ഇതിക്ക് മുൻപ് പഠിച്ച ഇൻ, ഓൺ, അറ്റ്, പിന്നെ ഡ്യൂറിംഗ്, ഫോർ, സിൻസ്. ഈ 6 പ്രപ്പോസിഷൻ നമ്മൾ ഇന്ന് പഠിച്ചു. ഈ 6 പ്രപ്പോസിഷൻ വെച്ചിട്ട് നിങ്ങൾ ലൈക്ക് സ്റ്റോറി അല്ലെ, ഞാൻ പറഞ്ഞ ഒരു ടൈമിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെയോ ഒന്ന് ഒരു സ്റ്റോറി പോലെയോ ഒന്ന് കുറച്ച് അധികം ആലോചിച്ച് എല്ലാ പ്രപ്പോസിഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലൈക്ക് സ്റ്റോറി അല്ലെ, ലൈക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ അങ്ങനെയൊന്ന് ചെയ്യുക. ഓക്കെ, എല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മുടെ അത് കുറച്ച് നമ്മുടെ തിങ്കിങ് പ്രോസസ് ആണെങ്കിൽ ചെയ്യാൻ പറ്റും, പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ പറ്റും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റൈറ്റിംഗ് സ്കില്ലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത് ചെയ്യുക എല്ലാവരും തന്നെ. നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാമർ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും കാണുന്ന സംഭവത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. കുറച്ച് അത്യാവശ്യം കുറച്ച് സെന്റൻസുകൾ ഉണ്ടാവണം കേട്ടോ. 1-2 സെന്റൻസിൽ ഒതുക്കാൻ പാടില്ല. അത്യാവശ്യം 5-6 സെന്റൻസുകൾ ഉണ്ടാവണം. ഓക്കെ, സമയമുണ്ട്, നന്നായിട്ട് ആലോചിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? Is it okay? Are you ready for that? Very good. Okay, try ചെയ്തോളൂ കേട്ടോ. ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ. Okay, I'm waiting. Okay.
Okay, has it been finished? കഴിഞ്ഞോ? ആരുടെയെങ്കിലും കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ. Anyone? കംപ്ലീറ്റ് ആയോ? അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? Respond me. റെസ്പോണ്ട് ചെയ്യൂ. എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഈ ക്ലാസ്സിൽ ഉണ്ടോ? അല്ലെങ്കിൽ ഓണാക്കി വെച്ച് പോയോ? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ആരില്ലേ? ക്ലാസ് ഉണ്ട് മാം, എഴുതിക്കൊണ്ടിരിക്കുക. മിണ്ടാതിരിക്കുമ്പോ ഞാൻ വിചാരിക്കും ക്ലാസ് എന്തോ കേട്ടില്ല. 4 സെന്റൻസ് മതിയോ? കുറച്ച് എഴുതിയിട്ടുള്ളൂ. കുറച്ച് ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല. അയക്കൂ. ടെക്സ്റ്റ് ചെയ്യൂ. ഞാൻ വായിക്കാം. ഞാൻ വായിച്ചാ മതിയാ? വായിച്ചോ. Hi all, I am Lidri, live in Kochi. Now I am attending my class at home. I have not eaten since breakfast for attending the class. Correct ahora. I have not eaten since breakfast. അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന്. ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ അവിടെ സിൻസിന്റെ ആവശ്യമില്ല. വേണ്ടേ? I have not eaten since breakfast. സിൻസ് വേണ്ട. സിൻസ് വേണ്ട. For attending the class കറക്റ്റ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയില്ലെന്നാണ് ഉദ്ദേശിച്ചത്. I have not eaten breakfast for attending the class. Now I felt hungry during the class hours. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് അറിയാം. നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും പറയാലോ, ഞാനിപ്പോ ക്ലാസ്സിലായത് കൊണ്ട് ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല, എനിക്കിപ്പോ അത് വിശക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓ അല്ലെങ്കിൽ പറയാലോ, now I'm in a class, so I don't have breakfast yet. പറയാം. Yet means ഇതുവരെ എന്നാണ്. അതിന് so far എന്ന് പറയാം. Okay, now I'm in a class, so I didn't have breakfast. have കഴിച്ചു എന്ന രീതിയിൽ പറയാട്ടോ. I didn't eat breakfast yet. So far. So I feel hungry during attending my class. During the class, I feel hungry. Okay. Yes. Okay, Rishi. പക്ഷേ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. കുഴപ്പമില്ല. അറിയാത്തതിനെ ബുദ്ധിമുട്ട് മാത്രം. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, മാനേജ് ചെയ്യുന്നു. വെരി ഗുഡ്. Okay, next is Shamina. She was born in 1998. Her birthday is on 21st December. The birthday party started at 9 p.m. and I loved it yesterday. Yesterday means somebody danced during the party. She has been enjoying for her friends during the party. She has been enjoying. She has been enjoying. During the party, they have been enjoying. But for her friends in the van. In the morning, my husband told me that arrange lunch box immediately. His bus will arrive at 10 a.m. He has a meeting on Monday at the office. He has been manager since 2001. He has worked in Dubai for 6 years. During this period, he visited many countries for business meetings. Yeah,
Clear? Okay, correct. Okay. Next, we plan to travel in December on 5th. We plan to travel on 15th December in the Marina better. Okay. And we will stay for 3 weeks during the holiday season. Yeah, yeah, okay. എന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തോ ഉണ്ട്, കുറച്ചൊരു ബെറ്റർ ആയിട്ട് നമുക്ക് എഴുതാനും പറ്റും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഓ, നന്നായിട്ട് നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. പക്ഷെ നിങ്ങൾ അതിന് മുൻപ് തന്നെ ഒരുപാട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര എന്താണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒരുപാട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അത് ഷുവറാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഷുവറാണ് കേട്ടോ. സോ മാക്സിമം നന്നായിട്ട് തന്നെ ക്ലാസ്സിൽ കോപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അത് നിങ്ങൾ കുറെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി പ്രപ്പോസിഷൻസ് കുറച്ച് മാത്രമേ ഉള്ളൂ, ഇനി 1-2 പ്രപ്പോസിഷൻസ് കൂടെ ഉള്ളൂ, അതുകൊണ്ട് കംപ്ലീറ്റ് ആകും. ഓക്കെ. സോ അതിന്റെ പേതാലോ ആണോ? ക്ലാസ് ഓക്കെ അല്ലേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. പക്ഷെ ഇന്ററാക്ട് ചെയ്യും കേട്ടോ, അവരുടെ കുറച്ച് സംസാരിക്കും, കംഫർട്ടബിൾ ആകും. അത് ഹോസ്പിറ്റൽ നിങ്ങൾ സബ്ജക്ട് പഠിക്കുന്ന പോലെ ഇംഗ്ലീഷ് ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ക്ലാസ് ആയിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ക്ലാസ് ആയിട്ടും അതിനെ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും സംസാരിക്കാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഇന്ററാക്ടിങ് കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യും. ഓക്കെ. എന്നോട് സംസാരിക്കാം. That's all. Okay, so it's time to wind up today's class. നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളും പഠിക്കാനൊന്നുമില്ല. Okay, so wind up ചെയ്യാട്ടോ. So thank you all. See you on the next class. Okay, bye. Thank you, Miss.